ഹലോ അർമീസ്, നമ്മുടെ ചേഹോപ്പിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്നലെ. അപ്പൊ ചേഹോപ്പിന്റെ ലൈവിന്റെ ഒരു ചെറിയൊരു മലയാളം ട്രാൻസ്ലേഷൻ ആണിത്. ഹോബി ആദ്യം തന്നെ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറെ നാളായി ലൈവ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇതെനിക്കൊരു ന്യൂ അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നുണ്ടെന്ന്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് മാത്രമല്ല എന്റെ കോൺസെർട്ടിന് ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഈയിടെയായിട്ട് വളരെ ബിസി ആയിരുന്നു. ഒരുപാട് ആർമീസ് ചോദിക്കുന്നുണ്ട് വാട്ട് വിൽ ഹോബി ഡു. ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈയിടെയായിട്ട്. ഇന്നലെ ഞാൻ എന്റെ ബർത്ത്ഡേ സ്പെൻഡ് ചെയ്തത് സെറ്റിലാണ്. എനിക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് ഒരുപാട് ആളുകളിൽ നിന്ന് ലഭിച്ചു. ആർമീസിനോടെല്ലാം എനിക്ക് അതിന് നന്ദിയുണ്ട്. അതുപോലെ ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു കേക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഹാർട്ട് കണ്ടോ ഇതിലെ? ഇതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ ക്യൂട്ട് അല്ലേ? ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഇന്നത്തെ ദിവസം എനിക്ക് വളരെ മീനിങ് ആണ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ 10 days കൂടി എന്റെ കോൺസെർട്ടിനുള്ളൂ എന്ന് ചേഹോപ്പ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആർബിസിനെ എല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചേഹോപ്പ് പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ സമയങ്ങളിലെല്ലാം കൂടുതൽ സമയം ചെലവാക്കുന്നത് എന്റെ പ്രാക്ടീസിങ്ങിന് വേണ്ടിയാണ്. അത് വരാൻ പോകുന്ന കോൺസെർട്ടിന് വേണ്ടിയാണ്. ഒപ്പം നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ? ഞാൻ ഒരുപാട് ടിക്ടോക്ക് ഒക്കെ ഈയിടെയായിട്ട് ചെയ്യുന്നുണ്ടും ഹോബി പറയുന്നുണ്ട്. ആർമിസ് ചേഹോപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, LV ബാഗ് ഈ ഇടയാണോ ഇറങ്ങുന്നതെന്ന്. അപ്പോ ചേഹോപ്പ് പറയുന്നുണ്ട്, ഇത് 21st ഇറങ്ങുന്നത്, എല്ലാരും അത് കേൾക്കണം, ഉടനെ തന്നെ അത് റിലീസ് ആകുമെന്ന്. ഒപ്പം ഞാൻ വേറെ സോങ്ങുകൾക്ക് വേണ്ടിയും ഒരുപാട് പ്രിപ്പയർ ആകുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്നും ചേഹോപ്പ് പറയുന്നു. ലൈവ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടക്കുമ്പോഴത്തേന് ഹോബി ആണെങ്കിൽ പറയുന്നുണ്ട്, ജിമ്മിന് എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജിമ്മിനോട് പറയുന്നുണ്ട്, ആ കോൾ എടുത്തിട്ട് ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഞാനിപ്പോൾ ലൈവിലാണെന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആർമീസിന് നിന്റെ വോയിസ് കേൾപ്പിച്ചാലോ എന്ന് ജിമ്മിൻ പറയുന്നു. അപ്പൊ ജിമ്മിൻ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്, ഹേയ്. അപ്പൊ ഹോബി ചോദിക്കുന്നുണ്ട്, ഞാൻ സ്പീക്കറിൽ ഇടാൻ പോകുക, നീ സുഖമായിട്ടൊക്കെയല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പോ ജിമ്മിൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, എല്ലാരും എങ്ങനെ പോകുന്നു എന്ന്. ജിമ്മിൻ പറയുന്നുണ്ട്, ഇത് കുറെ നാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ ഫേസ് ഒക്കെ ഇപ്പൊ റെഡ് ആയിരിക്കുന്നു എന്ന്. അപ്പൊ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഇതെല്ലാം കഴിഞ്ഞിട്ടെന്ന് ഹോബി പറയുന്നു. ജിമ്മിൻ പറയുന്നു, അയ്യോ എന്റെ ഫേസ് റെഡ് ആവുന്നുണ്ട്, വെയിറ്റ് എ മിനിറ്റ്, ഐ ലവ് യു എന്നൊക്കെ. അപ്പൊ ഹോബി തിരിച്ചും ഐ ലവ് യു പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വിളിക്കാമെന്ന് വീണ്ടും പറയുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഹൈ എന്ന് പറഞ്ഞ് താങ്ക് യു ഒക്കെ പറയുന്നു. ജിമ്മിൻ ഹോബിയോട് പറയുന്നുണ്ട്, എല്ലാവരോടും പറയണം ഞാൻ എല്ലാവരെയും മിസ് ചെയ്തെന്ന്. ഒപ്പം ചെങ്കുക്ക് അടുത്തുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ചെങ്കുക്കിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. ചിങ്കു നീ അവിടെ ഉണ്ടോ എന്ന് ഹോബി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചാണെന്ന് പറയുന്നു. അപ്പൊ അതേ ചെങ്കുക്കും സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് സ്പീക്കറിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് സ്പീക്കറിലാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എത്രമാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്നറിയില്ല, ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ പോലെ ഉണ്ടെന്നൊക്കെ ചെങ്കുക്ക് വീണ്ടും പറയുന്നുണ്ട്. അപ്പോ ഹോബി പറയുന്നുണ്ട്, ശരിയാ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഹോബിയോട് പറയുന്നു. ഹോബി തിരിച്ച് താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട്, ഹോബിക്ക് അങ്ങനെ 31 വയസ്സായെന്ന്. അപ്പൊ ഹോബിയെ സമാധാനിക്കാൻ എന്ന പോലെ ചെങ്കുക്ക് പറയുന്നുണ്ട്, 6 മാസത്തിനുള്ളിൽ ഞാനും 30ലേക്ക് കടക്കുമെന്ന്. അപ്പൊ ചേഹോപ്പ് ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് 29 ആയെന്ന്. അപ്പൊ ചെങ്കുക്ക് പറയുന്നുണ്ട്, യെസ് റിയലി എന്നൊക്കെ അവർ ചോദിച്ച് അങ്ങനത്തെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോ ജിമ്മിൻ പറയുന്നുണ്ട്, നെക്സ്റ്റ് ഇയർ എന്തായാലും ഇവന് 30 ആകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജെങ്കുക്ക് പറയുന്നുണ്ട് 8-9 കിലോഗ്രാം ഒക്കെ നാച്ചുറലി കൂടിയെന്നും. അപ്പോ ജേഹൂപ്പ് പറയുന്നുണ്ട്, അത് നിന്റെ മസിലാണെന്ന് പറയുന്നു. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട്, ഞാൻ 67.8 കിലോ ആയിട്ടുണ്ടെന്ന്. അപ്പൊ ജേഹൂപ്പ് പറയുന്നത്, നീ ഭയങ്കര ഹെൽത്തി ആണല്ലോ. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട്, ജെങ്കുക്ക് ഇപ്പൊ വളരെ ഹ്യൂജ് ആയിട്ടുണ്ടെന്ന്. അപ്പൊ ജേഹൂപ്പ് ഒരു സമാധാനിക്കുന്ന രീതിയിൽ പറയുന്നു, അത് നീ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നെന്നുള്ള രീതിയിൽ. അപ്പോൾ തിരിച്ച് ഐ ലവ് യു, സീ യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്ത ലൈവില് ആർമീസ് ചോദിക്കുന്നുണ്ട്, ഹോബി എങ്ങനെയുള്ള കോൺസെർട്ട് ആയിരിക്കും, ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എങ്ങനെയായിരിക്കും അതെന്ന്. അപ്പൊ ഹോബി പറയുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാണ്, നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. ഈയിടെ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടിക്ടോക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ അധികം കയറാറില്ലെന്നും പറയുന്നു. ഇതിനിടയിലാണെങ്കിൽ ഇടയ്ക്ക് ജേഹോപ്പിന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അത് വായിച്ച് ജേഹോപ്പ് ചിരിക്കുന്നുണ്ട്, അതിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഹോബി പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന ആൽബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാടായിട്ടുള്ള ഫ്രീ സ്റ്റൈൽ മ്യൂസിക്സ് ഒക്കെ ഹോബിയുടെ ടേസ്റ്റിന് പറ്റിയ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ശേഷം ആർമീസിനോടെല്ലാം നന്ദി പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങളെ കോൺസെർട്ടിനായാലും ലൈവിലായാലും വീണ്ടും ഇതുപോലെ ക്ലോസർ ആയിട്ട് കാണാൻ പറ്റട്ടെ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ലൈവ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഹോബി പറയുന്നുണ്ട്, ആർമീസ് നിങ്ങളെല്ലാവരും ഫ്യൂച്ചർ BTSന് വേണ്ടിയും ജേഹോപ്പിന് വേണ്ടിയും വെയിറ്റിംഗ് അല്ലേ, എന്തായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും വെറുതെ ആവില്ല എന്ന്. ഒപ്പം ആർമീസിനോട് ബൈ ബൈയും നന്ദിയെല്ലാം പറഞ്ഞ് ഹോബി ലൈവ് എൻഡ് ചെയ്തു. ആർമീസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, 50 മിനിറ്റ് കൂടുതൽ ഉണ്ടായിരുന്നായിരുന്നു ഹോബിയുടെ ലൈവ്. നമ്മളപ്പോൾ വളരെ ഷോർട്ട് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ആർമീസ്.